Welcome to accountancy class. Now we can study how the amount of subscription will be shown in the income and expenditure account and balance sheet. You are given the question from the following extract of receipts and payments account and the additional information given below. Compute the amount of income from subscription and show as how they would appear in the income and expenditure account for the year ending March 31, 2018 and the balance sheet. Receipt side subscriptions 2016-17 rupees 7,000, 17-18 30,000, 18-19 5,000, total 42,000. Additional information: 1. Subscription outstanding on March 31, 2017 rupees 8,500 outstanding in the beginning ആണ്. രണ്ടാമത്തേത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ മാർച്ച് 31, 2018 rupees 18,500. തേർഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ മാർച്ച് 31, 2017 rupees 4,000. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ്. Therefore it should be credited in the income and expenditure account. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഇന്നർ കോളത്തിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ കറന്റ് ഇയർ മാത്രം നമ്മൾ എടുത്താൽ മതി. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ കറന്റ് ഇയർ 2017-18 ആണ് കറന്റ് ഇയർ. 2017-18 30,000 ആണ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കുന്നത്. 30,000 ഇന്നർ കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇവിടെ രണ്ട് ഐറ്റംസ് മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ് നമ്മളിവിടെ എടുത്തിട്ടില്ല, അതുപോലെ അഡ്വാൻസ് അറ്റ് ദി എൻഡും എടുത്തിട്ടില്ല. അപ്പൊ ഇത് രണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് രണ്ടും നമ്മളിവിടെ പരിഗണിച്ചിട്ടേ ഇല്ല. സോ what we have to adjust here is outstanding at the end and advance in the beginning. Both should be added. Add outstanding at the end add ചെയ്യണം. Outstanding at the end, total subscription outstanding on March 31, 2018 rupees 18,500. ഇത് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതായത് തൊട്ട് മുൻ വർഷത്തെ നോക്കൂ, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ദ ബിഗിനിങ് 8,500 ആണ്. 2017 8,500 rupees ആണ് ഔട്ട്സ്റ്റാൻഡിംഗ്. അതായത് 8,500 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടായിരുന്നു. അതിൽ കിട്ടിയത് എത്രയാണ്? 2016-17 7,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 1,500 രൂപ കിട്ടാനുണ്ട്. അതും ഈ 18,500 ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് we have to deduct the 1,500 from this total amount. നമുക്ക് കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എത്രയാണ് കിട്ടേണ്ടത് എന്ന് മാത്രം മതി. അപ്പോൾ മുൻ വർഷത്തെ 1,500 രൂപ കിട്ടാനുള്ളത് ഈ 18,500 ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ലെസ് ചെയ്യണം. 18,500 മൈനസ് 1,500 that is 17,000. 17,000 ആണ് എമൗണ്ട്. Next we have to add advance in the beginning. Advance in the beginning. Advance in the beginning ചോദ്യത്തിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. തേർഡ് അഡ്ജസ്റ്റ്മെന്റ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ March 31, 2017 is rupees 4,000. Okay. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. 51,000 ആണ് ടോട്ടൽ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത്. അത് ഔട്ടർ കോളത്തിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഇത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ രണ്ട് ഐറ്റംസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ്, രണ്ടാമത്തേത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി എൻഡ്. ഇത് രണ്ടുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് 2 വർഷത്തെ കിട്ടാനുണ്ട്. അതായത്
2016-17 1500 രൂപ കിട്ടാനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അഡ്ജസ്റ്റ്മെന്റ് 1-ൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ March 31, 2017 88,500 ആണ്. അതിൽ 2016-17 കിട്ടിയത് 7,000 മാത്രമാണ്. ബാക്കി 1,500 രൂപ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് 2017-18 കിട്ടാനുള്ളത് ടോട്ടൽ 17,000 ആണ്. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. രണ്ടും കൂടി 18,500 ആണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ്. എമൗണ്ട് ആണ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഈ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ March 31, 2017. Subscription received in advance as on 2018-19 rupees 5,000. ഈ എമൗണ്ട് ആണ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് in 2017-18. amount is rupees 5,000. Okay. ഇങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അസറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ്, ലയബിലിറ്റി സൈഡിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി എൻഡ്. താങ്ക് യു.